കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ മണർകാട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ അഥവാ മണർകാട് പള്ളി. സെപ്റ്റംബർ 1 മുതൽ 8 വരെ വിശുദ്ധ മറിയാമിൻ്റെ ജനനത്തിന് സ്മരണ കൊണ്ടാടുന്ന 8 നോമ്പ് ആചരണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന തിരുനാൾ. ഈ കാലയളവിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. പള്ളിയിൽ കാണുന്ന ശിലാലിഖിതങ്ങൾ പ്രകാരം 1000 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചതാണ് ഈ ദേവാലയം. ആദ്യം പനമ്പിലും മുളയിലും പണിയപ്പെട്ടിരുന്ന ഈ ദേവാലയം പല പ്രാവശ്യം പുതുക്കിപ്പണിയുകയും നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ ഹൈക്കാലയിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ പഴക്കത്തിന് സാക്ഷ്യമാണ്. പുരാതന ലിപിയായ നാനമ്മോനം സമ്പ്രദായത്തിൽ എഴുതിയിട്ടുള്ള ഈ ശിലാലിഖിതങ്ങൾ AD 910 920 ദേവാലയത്തിനുള്ളിൽ ഓരോ കബറിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്മാരക ഫലകങ്ങളാണെന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മാതൃകയിൽ പൊളിച്ചു പണിതു. ഇപ്പോഴുള്ള ദേവാലയത്തിൻ്റെ പണി 1954 പൂർത്തീകരിച്ചു. വിശുദ്ധ മറിയാമിൻ്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന അരക്കച്ചയുടെ അംശം 1982 അന്തോക്യ പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് സാഹ പ്രഥമൻ ബാവ ഈ പള്ളിയിൽ സ്ഥാപിച്ചു. മദ്ബഹായോട് ചേർന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുനോറോ വണങ്ങാൻ എല്ലാ ദിവസവും അവസരമുണ്ട്. 2004 പാത്രിയാർക്കീസ് ബാവ ഈ പള്ളിയെ കത്തീഡ്രൽ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 12 കരകളിലായി 2500 കുടുംബങ്ങളാണ് ഈ ദേവാലയത്തിലുള്ളത്. ഇവിടുത്തെ മണിമാളിക 1972 നിർമ്മിച്ചതാണ്. 72 അടി ഉയരവും 600 കിലോ ഭാരവുമുള്ള മണി 2008 ഉടച്ചു വാർത്തു. പള്ളിമേടയുടെ മുകളിൽ പള്ളിയുടെയും സഭയുടെയും ദേശത്തിൻ്റെയും ചരിത്രം വെളിവാക്കുന്ന രേഖകൾ, പുരാവസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മണർകാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായുള്ള കൽക്കുരിശിന് പള്ളിയോളം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. മുകളിൽ കാണുന്ന അത്രയും നീളം താഴേക്ക് മുഴുവൻ വിശ്വസിക്കപ്പെടുന്ന ഈ കുരിശുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അവയിലൊന്ന് ഈ കുരിശിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്ര വലിയ കൽക്കുരിശുയർത്തുന്നതിന് ആനയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നതിനാൽ 6 കിലോമീറ്റർ അകലെ പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ കൊണ്ടുവരാൻ പള്ളി അധികാരികൾ താൽപ്പര്യപ്പെട്ടുവെങ്കിലും ഉടമ ആനയെ വിട്ടുകൊടുത്തില്ല. നിരാശരായി മടങ്ങിയെത്തിയ പള്ളിയുടെ ചുമതലക്കാർ കുരിശ് സ്ഥാപിക്കുവാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽ കുരിശ് നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചു പോയ ആന കുരിശിന് ചുവട്ടിൽ കൊമ്പ് കുത്തി നിൽക്കുന്നതും കണ്ട് ആശ്ചര്യപ്പെട്ടുവെന്നും ചങ്ങല പൊട്ടിച്ച് ഓടിയെത്തിയ ആനയെ ഉടമ എത്തി തിരികെ കൊണ്ടുപോയി എന്നുമാണ് ഐതിഹ്യം. പള്ളിയുടെ വടക്കും പടിഞ്ഞാറുമായി ഉള്ള 2 കുളങ്ങൾ യഥാക്രമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ കുളങ്ങളിൽ കുളിച്ച് ഈറനോട് കുരിശടിയിലെത്തി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമായി വിശ്വാസികൾ കരുതുന്നു. നോമ്പുകാലത്ത് എത്തുന്നവരിലേറെയും ഈ കുളങ്ങളിൽ കുളിച്ചു കയറി കുരിശിന് ചുവട്ടിൽ ചുറ്റുവിളക്കുകൾ കത്തിക്കാറുണ്ട്. മലങ്കര സഭയിൽ നവീകരണാധിപത്യമേറിയപ്പോൾ പ്രധാന പള്ളിക്ക് കിഴക്ക് വശത്തുള്ള വഴിയുടെ മുകളിലായി സ്ഥാപിക്കപ്പെട്ട ചെറിയ പള്ളിയാണ് കരോട്ടെ പള്ളി എന്നറിയപ്പെടുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള ഈ പള്ളി കൊല്ലവർഷം 1056 ശേഷം പണിയപ്പെട്ടതായി കരുതപ്പെടുന്നു. 1993 ഈ പള്ളി പുനരുദ്ധരിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലൊഴികെ ഇവിടെ കുർബാന നടത്തപ്പെടുന്നു. ശവസംസ്കാര ശുശ്രൂഷകളും ഈ പള്ളിയിലാണ് നടത്തപ്പെടുന്നത്. പള്ളി സെമിത്തേരി കരോട്ടെപ്പള്ളിയുടെ തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്നു. മലങ്കര സഭയിൽ ആദ്യം 8 നോമ്പാചരണം ആരംഭിച്ചത് മണർകാട് പള്ളിയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1836 ഈ പള്ളിയിലെ 8 നോമ്പ് കാലത്ത് നവീകരണ ലക്ഷ്യങ്ങളോടെ സന്ദർശനം നടത്തിയ ജോസഫ് പീറ്റ് എന്ന ആംഗ്ലിക്കൻ മിഷണറി ധാരാളം വിശ്വാസികൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 നോമ്പ് പെരുന്നാളിലെ 6-ാം ദിവസം പകൽ 2 മണിക്കാണ് റാസ ആരംഭിക്കുന്നത്. ആയിരക്കണക്കിന് മുത്തുക്കുടകളുടെയും പൊൻവെള്ളി കുരിശുകളുടെയും വാദ്യമേളങ്ങളോടെയും അകമ്പടിയോടെയുമാണ് അതിവിപുലമായ ഈ പ്രദക്ഷിണം നടത്തപ്പെടുന്നത്. 8 നോമ്പ് പെരുന്നാളിലെ 7-ാം ദിവസം മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന ത്രോണോസിന് മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും പ്രസിദ്ധമായ ചിത്രം വിശ്വാസികളുടെ ദർശനത്തിന് തുടർന്നു കൊടുക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ. വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ഈ ചിത്രം 7 ദിവസങ്ങൾ മാത്രമാണ് ദർശിക്കാനാവുക. പള്ളിയുടെ സ്ഥാപനത്തിന് കാരണമായ ദർശനത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണിത്. വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതും ഇതുതന്നെയാണ്. മുഖ്യമായും അരിയും ശർക്കരയും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന പാച്ചോർ പെരുന്നാളിൻ്റെ 8-ാം നാൾ നടക്കുന്ന ഒരു നേർച്ചയാണ്. അതുപോലെ 8 നോമ്പ് കാലത്ത് ഉപവാസമിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും നേർച്ചക്കഞ്ഞി നൽകി വരുന്നു. കുട്ടികളെ മാതാവിൻ്റെ പക്കൽ കാഴ്ചവെച്ച് വിശുദ്ധിയുടെ കരുതലിന് സമർപ്പിക്കുന്ന നേർച്ചയെ അടിമ വയ്ക്കുക എന്ന് അറിയപ്പെടുന്നു. യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിൻ്റെ അനുസ്മരണമായാണ് ഇത് നടത്തപ്പെടുന്നത്.